ഡീടോക്സ് തട്ടിപ്പാന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇരുന്നുണ്ടല്ലോ ഡോക്ടർ, എന്താ അതിലെ സത്യാവസ്ഥ? ജിഷ്ണു, ഡീടോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, വേസ്റ്റിനെ പുറന്തള്ളുന്ന ഒരു മെക്കാനിസമാണ് ഡീടോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ യൂറിൻ പോകുന്നത്, അതുപോലെ തന്നെ വേർക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിലൂടെ വേസ്റ്റ് പുറത്ത് പോകുന്നത്, ഇതൊക്കെയാണ് ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡീടോക്സ് മെക്കാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലീനിങ് മെക്കാനിസം എന്ന് പറയുന്നത്. അന്നേരം പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രോസസ്സുകൾ ശരിക്കും നടക്കുന്നില്ല. അന്നേരം ഈ പ്രോസസ്സുകൾ ശരിക്കും നടക്കാതെ വരും. ഉദാഹരണത്തിന് മലം ശരിക്കും പോകുന്നില്ല എങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയും. അതുപോലെ തന്നെ യൂറിൻ ശരിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ യൂറിൻ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് റീനൽ സ്റ്റോൺ ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള റീനൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് വരും. അല്ലെങ്കിൽ ശരിക്കും സ്വെറ്റ് പോകുന്നില്ലെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആൾക്കാർക്ക്. അന്നേരം ഈ നോർമലായിട്ട് നടക്കുന്ന ഫങ്ഷൻസ് ശരിക്കും നടക്കുന്നില്ല എങ്കിൽ നമ്മളതിനെ ശരിയായ രീതിയിലേക്ക് നടത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നാച്ചുറോപ്പതിയിലും ആയുർവേദത്തിലൊക്കെ ഡീടോക്സ് എന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിനൊരു ആൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും, അല്ലെങ്കിൽ ധാരാളം ഫൈബറുള്ള ഡയറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഫാറ്റ് കൊടുക്കാം. എന്താണ് ആ കോൺസ്റ്റിപ്പേഷന് കാരണമെന്ന് കണ്ടെത്തി അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും. സോ അന്നേരം ആ ഒരു റെക്ടിഫിക്കേഷനാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡീടോക്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് ഓർഗനിലേക്ക് പോയി കഴിയുമ്പം ലിവറിൽ നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് ഫാറ്റ് ലിവർ ഉണ്ട്. അന്നേരം ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഇൻ ദ ലിവർ. കാരണം അത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയിട്ട് പോകുന്നില്ല. അന്നേരം അത് ബൈൽ ആയിട്ടാണ് പുറത്ത് പോകേണ്ടത്. അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. അന്നേരം അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഫൈബറാണ്, നാരുകളാണ്. അന്നേരം നമുക്ക് മനുഷ്യന് ഏകദേശം ഒരു 40 to 50 grams ഓഫ് ഫൈബറാണ് ഒരു ദിവസം വേണ്ടത്. അന്നേരം ആ ഫൈബർ കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. ബൈൽ സോൾസ് അല്ലെങ്കിൽ ലിവർ എംറ്റിങ് അല്ലെങ്കിൽ ലിവർ ക്ലെൻസിങ് പ്രോസസ്സ് അഗെയിൻ അത് ഡീടോക്സിന്റെ പാർട്ടാണ്. അത് ശരിക്കും നടക്കുന്നില്ല. വീണ്ടും വീണ്ടും ഫാറ്റ് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ഇനി ഈ ലിവറിൽ തന്നെ അടുത്ത സ്റ്റേജ് ഓഫ് ഡീപ്പർ ആയിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ബോഡിയുടെ ക്ലെൻസിങ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മെറ്റബോളിസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റിനെ അത് പുറത്ത് കളയാനായിട്ട് ലിവറിന് ഫംഗ്ഷൻ ഉണ്ട്. അന്നേരം phase 1, phase 2 ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുകളുണ്ട്. അന്നേരം അതിന് വേണ്ടത് പല ന്യൂട്രിയൻസ് ആണ്. ഉദാഹരണത്തിന് ബി കോംപ്ലക്സ് വിറ്റമിൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അന്നേരം അത് കിട്ടുന്നില്ല എങ്കിൽ എഗെയിൻ ഡീടോക്സിഫിക്കേഷൻ അല്ലെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നില്ല. അന്നേരം അത് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടെത്തി ആ ലിവറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ ന്യൂട്രസ്യൂട്ടിക്കൽസോ അല്ലെങ്കിൽ ഹെർബ്സോ അല്ലെങ്കിൽ ഡയറ്റിലെ മാറ്റങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ്സോ ഒക്കെ ഉപയോഗിക്കും. ഇനിയും ഡീപ്പായിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കോശങ്ങളിലും ആ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഒരു മെറ്റബോളിക് പ്രോസസ്സ് നടന്നതിന് ശേഷം അതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നേക്ക് പുറന്തള്ളുന്നതാണ്. പക്ഷെ ഈ പുറന്തള്ളലിന് പലപ്പോഴും ഒരുപാട് മറ്റുള്ള ആന്റി ഓക്സിഡൻസ് പോലെയുള്ള ന്യൂട്രിയൻസിന് ആവശ്യമുണ്ട്. അന്നേരം നമുക്കറിയാം നമ്മുടെ ഇന്ന് ഭക്ഷണത്തിന് എത്രത്തോളം ആന്റി ഓക്സിഡൻസ് കിട്ടുന്നുണ്ടെന്ന്. അന്നേരം അത് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? എഗെയിൻ അവിടെ ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നാച്ചുറലി നടക്കേണ്ട സാധനം അവിടെ നടക്കില്ല. അന്നേരം അതിനെ നമ്മൾ നടത്തണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ പേഷ്യന്റിന് ചിലപ്പം ആന്റി ഓക്സിഡൻസ് കൊടുക്കേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ ആന്റി ഓക്സിഡൻസ് ധാരാളം കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കൊടുക്കേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ ലിംഫിന്റെ ഒക്കെ ഡ്രെയിനേജ് തിരികെ നടക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമായിരിക്കാം. അന്നേരം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഇന്നത്തെ ജീവിതശൈലി കാരണം നമുക്കറിയാം എത്ര ആൾക്കാർക്ക് ഫാറ്റ് ലിവർ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, എത്ര ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. സോ ഈ ഒരു നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സ് നടക്കാതെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ബോഡിനെ അസിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നെന്തോ ഇത് ടോക്സിൻ എടുത്ത് കളയുക എന്നൊക്കെ പറയുമ്പം ഒരു വേഗമായിട്ട് ആൾക്കാർക്ക് തോന്നും. പക്ഷെ സയൻസ് പ്രകാരം നമ്മുടെ ബോഡിയുടെ നാച്ചുറലായിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിനെ ഈ തെറാപ്പീസ് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ബോഡിനെ അസിസ്റ്റ് ചെയ്യുകയാണ് ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.